ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാസ്റ്റ് ലെക്ചറിൽ നമ്മൾ ട്രിഗണോമെട്രിക് ഫൊറിയർ സീരീസിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു കണ്ടിരുന്നത്. സോ ഈ ലെക്ചറിലും മറ്റൊരു പ്രോബ്ലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ തന്നിരിക്കുന്ന സിഗ്നൽ ഇതാണ്. ഈ സിഗ്നലിൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് അത്, സിമെട്രിക് ആണോ അല്ലെങ്കിൽ ഈവൻ ഓർ ഓഡ് സിഗ്നൽ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. സോ ആ കണ്ടീഷൻ നമുക്കിവിടെ ആദ്യം ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എന്തായിരുന്നു നമ്മൾ ചെക്ക് ചെയ്യുക? സിമെട്രിക് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. സോ തന്നിരിക്കുന്ന സിഗ്നൽ സിമെട്രിക് എബൌട്ട് ടി ആക്സിസ് ആണോ? അല്ല, അല്ലേ? ഈ ടി ആക്സിസിൻ്റെ മുകളിലേക്കാണ് സിഗ്നൽ വന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് നോട്ട് സിമെട്രിക്. സോ സിമെട്രിക് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അതിൽ വരിക? A0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? വെദർ ദ സിഗ്നൽ ഈസ് എൻ ഈവൻ സിഗ്നൽ ഓർ ഓഡ് സിഗ്നൽ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ സിഗ്നൽ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. വെദർ ഇറ്റ് ഈസ് എൻ ഈവൻ സിഗ്നൽ. ഈവൻ സിഗ്നൽ ആണോ? ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് മൈനസ് ടി ആണോ? നമ്മൾ വൈ ആക്സിസ് വെച്ചിട്ട് ഇതിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈക്വൽ സിഗ്നൽ ആയിരിക്കില്ല. കാരണം നമ്മൾ ഈ സിഗ്നൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇതുപോലെ ഒരു സിഗ്നലാണ് നമുക്ക് കിട്ടുക. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എക്സ് ഓഫ് ടി. സോ ദിസ് ഈസ് നോട്ട് ആൻ ഈവൻ സിഗ്നൽ. അതുപോലെ ഇസ് ദിസ് ആൻ ഓഡ് സിഗ്നൽ? ഓഡ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഓഫ് മൈനസ് ടി ആണോ? സോ അതിൻ്റെ കേസിലും അല്ല, ഇറ്റ് ഈസ് നോട്ട് മൈനസ് എക്സ് ഓഫ് മൈനസ് ടി. സോ തന്നിരിക്കുന്ന സിഗ്നൽ ഈവനും അല്ല ഓഡ് സിഗ്നലും അല്ല. ഈ രണ്ട് കണ്ടീഷനും അല്ല. സോ ദ ഗിവൺ സിഗ്നൽ ഈസ് നൈദർ ഈവൻ നോർ ഓഡ് സിഗ്നൽ. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമുക്ക് എ എന്നും 0 അല്ല, സിമിലർലി ബി എന്നും not equal to 0. In this condition, we have to calculate all the three coefficients for the signal. So നമുക്കിതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ എക്സ്പ്രഷൻ ഒന്നുകൂടെ എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു A0 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos n omega naught t plus summation n is equal to 1 to infinity bn sin omega നോട്ട് ടി. സോ ഈ തന്നിരിക്കുന്ന ഇക്വേഷനാണ് നമ്മളുടെ ഫൊറിയർ സീരീസിൻ്റെ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് A0, AN ആൻഡ് BN. സോ ആദ്യം നമുക്ക് A0 എന്ന് പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ A0ൻ്റെ എക്സ്പ്രഷൻ എന്താ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു 1/T0 ഇൻ്റഗ്രൽ ഓവർ T0 എക്സ് ഓഫ് ടി ഡി ടി. ഇതാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്കിവിടെ ഫസ്റ്റ് എന്ത് വേണം? എക്സ് ഓഫ് ടി എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ടി നോട്ട് നമുക്ക് എന്താണെന്ന് അറിയണം. ടി നോട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? നമുക്കിവിടെ ചെക്ക് ചെയ്യാം. തന്നിരിക്കുന്ന സിഗ്നലിൽ 0 to 2π എന്ന് പറയുന്നുള്ള പാറ്റേൺ ആണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ സിഗ്നൽ we have to consider. സോ ഈ ഒരു സെക്ഷൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ടി നോട്ട് എന്ന് പറയുന്നത് എന്താണ്? 2π ആണ്. ടി നോട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ്? എക്സ് ഓഫ് ടി എന്നുള്ള വാല്യൂ ആണ് കാണേണ്ടത്. ഇതെന്ന് പറയുന്നത് ഒരു സ്ലോപ്പാണ്, അല്ലേ? ഒറിജിനിലൂടെ ക്രോസ് ചെയ്യുന്ന ഒരു സ്ലോപ്പാണ്. സോ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്? y ഈസ് ഈക്വൽ ടു mx പ്ലസ് c എന്നുള്ളതാണ് നമ്മളുടെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഇതിൽ m എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്ലോപ്പാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. സോ ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. ഇതിനകത്ത് നിന്ന് x1, x2, y1, y2 നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ ഈ പോയിൻറ്റ്സുകൾ, ദീസ് 2 പോയിൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. ഇത് പോയിന്റ് നമ്പർ 1 ആൻഡ് ദിസ് ഇസ് പോയിന്റ് നമ്പർ 2. പോയിന്റ് നമ്പർ 1-നകത്തുള്ള കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? ഒബ്വിയസ്ലി ഇറ്റ്സ് എൻ ഒറിജിൻ. സോ 0, 0 ആയിരിക്കും നമ്മുടെ കോർഡിനേറ്റ്സ്. പോയിന്റ് നമ്പർ 2-ൽ എന്തൊക്കെയായിരിക്കും കോർഡിനേറ്റ്സ് വരിക? 2π ആൻഡ് 1 ആണ്. സോ അതിൽ വരുന്നത് എന്തൊക്കെയാണ്? 2π, 1 ആണ് വരുന്നത്. സോ ഈ രണ്ട് പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു y2 എന്ന് പറയുന്നത് എന്താണ്? 1. സോ 1 മൈനസ് y1 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് 0 ഡിവൈഡഡ് ബൈ x2 എന്ന് പറയുന്നത് എന്താണ്? 2π മൈനസ് 0. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1/2π എന്ന് നമുക്ക് കിട്ടി. സോ ഈ m നമ്മൾ എവിടെ കൊടുക്കുന്നു? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ എമ്മിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? 1/2
2π കൊടുക്കുന്നു, എക്സ് കൊടുക്കുന്നു. സോ സി എന്ന് പറയുന്ന വാല്യൂ ഈ ലൈന് ഒറിജിനിലൂടെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിപ്പോവും. സോ വി ആർ ഗെറ്റിംഗ് ദ ഇക്വേഷൻ ആസ് y ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ 2π. സോ ഈ ഇക്വേഷനകത്ത് നമ്മളുടെ എക്സ് ഓഫ് ടിയുടെ ടേമിലേക്ക് നമുക്ക് എങ്ങനെയാണ് എഴുതാം? ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മളുടെ y എന്ന് പറയുന്നത്. ആൻഡ് എക്സിന് പകരം നമുക്ക് ടി ആണ് വരിക. സോ ടി ഡിവൈഡഡ് ബൈ 2π. ദിസ് ഈസ് എ എക്സ്പ്രഷൻ ഫോർ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. സോ ഈ വാല്യൂ നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈസ് ഈക്വൽ ടു ടി നോട്ട് എന്ന് പറയുന്നത് എന്താണ്? 2π ആണ്. സോ 1/2π ഇൻ്റഗ്രൽ ലിമിറ്റ് എന്തൊക്കെയാണ്? 0 to 2π. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ടി ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു dt which is equal to 1/2π ഉണ്ട്. ഇവിടെയുള്ള 2π എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ കോമൺ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 4π² കിട്ടും. നൗ ടി ആണ് നമുക്ക് വരുന്നത്. ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? t²/2 ആണ് നമുക്ക് കിട്ടുക. ആൻഡ് അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ് 0, 2π കൊടുക്കുക which is equal to 1/4π². 2 എന്ന് പറയുന്നത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് കിട്ടും? 8 കിട്ടും. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 8π² ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്താണ്? 2π ആണ്. സോ 2π² എന്ന് പറയുമ്പം 4π² മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇതിൽ π² ക്യാൻസൽ ആവും. 4ഉം 8ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 2 വരും വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 1/2 കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി? a0 എന്ന് പറയുന്ന വാല്യൂ എന്ത് കിട്ടി? 1/2 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? an എന്ന് പറഞ്ഞ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ലെറ്റ് us കാൽക്കുലേറ്റ് an. സോ എൻ്റെ ഇക്വേഷൻ എന്താണ്? ഈസ് ഈക്വൽ ടു 2/t0 ഇൻ്റഗ്രൽ ഓവർ t0 എക്സ് ഓഫ് ടി ഇൻറ്റു കോസ് n ω0t dt. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ബോക്സ് ചെയ്ത് വെക്കുകയാണ്. സോ ഇതാണ് an-ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. സോ നമുക്കിവിടെ ω0 എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് കിട്ടിയിട്ടില്ല. സോ ω0 എന്താണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എളുപ്പമാണ്. നമുക്ക് ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് ഉണ്ടെങ്കിൽ ω0 ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ω0 ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ t0 ആണ് അല്ലേ? സോ വിച്ച് ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ t0. നമുക്കിവിടെ എന്താ കിട്ടിയിട്ടുള്ളത്? 2π ആണ് കിട്ടിയിട്ടുള്ളത്. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 1. സോ ω എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 1 ആണ് കിട്ടിയിട്ടുള്ളത്. സോ ഈ ω0ൻ്റെ വാല്യൂ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് an ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ t0 എന്ന് പറയുന്നത് 2π ആണ്. ഇൻ്റഗ്രൽ 0 to 2π ലിമിറ്റ് അതാണ് വരുന്നത്. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? t ഡിവൈഡഡ് ബൈ 2π. നെക്സ്റ്റ് കോസ് n, ω എന്ന് പറയുന്ന 1 ആണ്. സോ കോസ് ടി dt. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ 2 ക്യാൻസലായി പോവും. സോ ഇവിടെ 1/2π കോൺസ്റ്റൻ്റ് ഉണ്ട്, അത് പുറത്തേക്ക് വരുന്നു. സോ ഇവിടെ ഓൾറെഡി ഒരു പൈ ഉണ്ട്. സോ ഐ ആം ഗെറ്റിംഗ് 1/2π² ഇൻ്റഗ്രൽ ഓവർ 0 to 2π t ഇൻറ്റു കോസ് nt dt. സോ ഇതിനെയാണ് നമ്മളിനി ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. സോ ഈ ടേം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവിടെ എന്താണ് വരുന്നത്? നമുക്ക് പ്രൊഡക്റ്റ് റൂൾസ് യൂസ് ചെയ്തിട്ട് വേണം ഇൻ്റഗ്രേഷൻ ചെയ്യാൻ. ടി ഇൻറ്റു കോസ് nt എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പ്രൊഡക്റ്റ് റൂൾ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുക. സോ അതിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? ഇൻ്റഗ്രൽ uv dx. സോ ഇതിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? u ഇൻറ്റു ഇൻ്റഗ്രൽ v dx മൈനസ് ഇൻ്റഗ്രൽ du ഡിവൈഡഡ് ബൈ dx ഇൻ്റഗ്രൽ v dx. ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ dx ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ട ഇക്വേഷൻ. സോ ഇതിൽ u ആൻഡ് v എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വളരെ കോഷ്യസ് ആയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് അവിടെ കൂടി വരും. സോ ഇത് ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ILATE, ഐലേറ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിൽ I എന്ന് പറയുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, L എന്ന് പറയുന്നത് ലോഗരിതമിക് ഫംഗ്ഷൻ, A എന്ന് പറയുന്നത് ആൾജിബ്രായിക് ഫംഗ്ഷൻ, T
ടി എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആൻഡ് ഇ എന്ന് പറഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. സോ ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഫംഗ്ഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ആൾജിബ്രായിക് ഫംഗ്ഷൻ ആൻഡ് കോസ് എൻ ടി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. സോ ഇവിടെ ആൾജിബ്രായിക് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ട്രിഗണോമെട്രിക് വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? യു എന്ന് പറയുന്നത് ടി ആയിട്ട് എടുക്കണം ആൻഡ് വി എന്ന് പറയുന്നത് കോസ് എൻ ടി ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ്. സോ അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇൻ്റഗ്രൽ യുവിന് പകരം ഞാൻ ടി എഴുതുന്നു, വിക്ക് പകരം കോസ് എൻ ടി ഡി ടി. ഓക്കെ, ഇതിനെ ഞാൻ സോൾവ് ചെയ്യാൻ പോവാണ്. വിച്ച് ഇസ് ഈക്വൽ ടു, ആദ്യം എന്താണ്? യു ഇൻറ്റു ഇൻ്റഗ്രൽ വി ആണ്. സോ എന്ത് വരും? ടി ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എൻ ടി ഡി ടി മൈനസ് ഇൻ്റഗ്രൽ എന്താ വരുന്നത്? ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി ഇൻ്റഗ്രൽ വി എന്ന് പറയുന്നത് എന്താണ്? കോസ് എൻ ടി ഡി ടി ദെൻ ഇതിൻ്റെ ഹോളായിട്ട് ഇൻ്റഗ്രൽ ഡി ടി. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ആ സൊല്യൂഷനിൽ നമുക്ക് ഈ 0 ആൻഡ് 2π എന്ന് പറയുന്ന ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും. സോ നമുക്ക് ആദ്യം ഇതിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് കിട്ടുക? ടി കോസ് എൻ ടിയെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സൈൻ എൻ ടി ഡിവൈഡഡ് ബൈ എൻ കിട്ടും മൈനസ് ഇൻ്റഗ്രൽ ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് വരിക. 1 ഇൻറ്റു കോസിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ എൻ ടി ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, ഇൻറ്റു സോ ഇതിനെ നമ്മളിനി ഇൻ്റഗ്രേറ്റ് ചെയ്യണം ടു ഡി ടി. സോ ഇസ് ഈക്വൽ ടു ടി സൈൻ എൻ ടി ഡിവൈഡഡ് ബൈ എൻ മൈനസ് ഇനി സൈൻ എൻ ടി ഡിവൈഡഡ് ബൈ എന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ബൈ എൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ സൈൻ എൻ ടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് കോസ് എൻ ടി ഡിവൈഡഡ് ബൈ എൻ ആണ് കിട്ടുക. ഇവിടെ ഓൾറെഡി ഒരു എൻ ഉണ്ട്. സോ എൻ സ്ക്വയർ. ഓക്കെ, സോ ഇതിനെ നമുക്കൊന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ടി സൈൻ എൻ ടി ഡിവൈഡഡ് ബൈ എൻ, ഈ മൈനസും കൂടെ പ്ലസ് ആവും, കോസ് എൻ ടി ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇനി ഈ ടേമിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. സോ നമുക്കിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താലോ? സോ എ എൻ വിച്ച് ഇസ് ഈക്വൽ ടു 1/2π സ്ക്വയർ അതവിടെ ഉണ്ട്. സോ ഈ ആൻസർ ഞാൻ ഇവിടേക്ക് എടുത്ത് എഴുതുകയാണ്. ദാറ്റ് ഇസ് ടി സൈൻ എൻ ടി ഡിവൈഡഡ് ബൈ എൻ പ്ലസ് കോസ് എൻ ടി ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ, അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ലിമിറ്റ് ഇതിൽ അപ്ലൈ ചെയ്യാം. സോ 1/2π സ്ക്വയർ, അപ്പർ ലിമിറ്റ് 2π ആണ്. സോ ടിയുടെ അവിടെ 2π സൈൻ എൻ 2π ഡിവൈഡഡ് ബൈ എൻ പ്ലസ് കോസ് എൻ 2π ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. നൗ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 0 ഇൻറ്റു സൈൻ എൻ ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ എൻ മൈനസ് അടുത്ത എന്താണ്? കോസ് എൻ ഇൻറ്റു 0 ആണ്. സോ കോസ് 0 ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഓക്കെ, ഇതിൽ നമുക്ക് സൈൻ 0 എന്ന് പറയുന്ന ടേം എന്ത്? ഇത് 0 ആയി പോകും. അതുപോലെ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ കോസ് 0 ദിസ് വിൽ ബി 1 ആൻഡ് കോസ് എൻ 2π എന്ന് പറയുന്ന ടേം ദിസ് വിൽ ബി 1 ആൻഡ് സൈൻ എൻ 2π എന്ന് പറയുന്നത് ദിസ് വിൽ ബി 0. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1/2π സ്ക്വയർ, ഇവിടെ 0 ആണ്, പ്ലസ് എന്താ വരുന്നത്? 1/n സ്ക്വയർ വരും, മൈനസ് 0 മൈനസ് 1/n സ്ക്വയർ വരും, പ്ലസ് 1/n സ്ക്വയർ മൈനസ് n/n സ്ക്വയർ എന്താവും? 0 ആയി പോകും. സോ ഇത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ദാറ്റ് മീൻസ് an എന്ന് പറയുന്ന വാല്യൂ എന്താണ്? നമുക്ക് 0 ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? bnൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ bnൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ നിന്ന് എടുത്തെഴുതാം. ദാറ്റ് ഇസ് 2/t സ്ക്വയർ ഇൻ്റഗ്രൽ t0 x ഓഫ് t സൈൻ n ഒമേഗ നോട്ട് t dt. ഇതാണ് നമ്മളുടെ bn കാണാനുള്ളതിൻ്റെ ഇക്വേഷൻ.
സോ ഈ ഇക്വേഷനകത്ത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തൊട്ട് മുമ്പേ ചെയ്ത പോലെ തന്നെ ബി എന്നിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ ബി എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ടി നോട്ട് എന്ന് പറയുന്നത് എന്താണ്? 2π ആണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ്. ലിമിറ്റ് എന്തൊക്കെയാണ് വരുന്നത്? 0 to 2π. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ടി ഡിവൈഡഡ് ബൈ 2π സൈൻ എൻ ഒമേഗ നോട്ട് എന്ന് പറയുന്നത് 1 ആണ്. സോ സൈൻ എൻ ടി ഡി ടി കിട്ടും. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 2 and 2 ക്യാൻസലായി 1/π ആണ് വരുന്നത്. ഇവിടെ ഒരു 2π ഉണ്ട്, അത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1/2π² നമുക്ക് കോമൺ ആയിട്ട് കിട്ടും. ഇൻ്റഗ്രൽ 0 to 2π ടി ഇൻറ്റു സൈൻ എൻ ടി ഡി ടി. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് ഫോം ആണ് വരുന്നത്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇൻ്റഗ്രൽ യു വി എന്ന് പറയുന്നത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ടി ഇൻറ്റു സൈൻ എൻ ടി ഡി ടി. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സോ നമുക്ക് എന്ത് കിട്ടി? -t cos എൻ ടി ഡിവൈഡഡ് ബൈ എൻ പ്ലസ് സൈൻ എൻ ടി ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. സോ ഇനി നമ്മൾ എന്താ ചെയ്യുക? ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ എന്ത് കിട്ടും? 1/2π² എന്താ കിട്ടുന്നത്? -t cos എൻ ടി ഡിവൈഡഡ് ബൈ എൻ പ്ലസ് സൈൻ എൻ ടി ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ആൻഡ് 0 and 2π എന്നുള്ളതാണ് ലിമിറ്റ്സ്. സോ ഇതിൽ നോക്കാം, ഇവിടെ നമുക്ക് സൈൻ 0 ആണ് വരുന്നത്. സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഇവിടെ കോസ് 0 ആണ് വരുന്നത്. കോസ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആണ്. സൈൻ എൻ 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സൈൻ 2π എന്ന് പറയുന്നതൊക്കെ 0 ആണ്. ദെൻ കോസ് എൻ 2π ആണ് വരുന്നത്. കോസ് എൻ 2π എന്ന് പറയുന്ന ടേംസുകളൊക്കെ എന്താ? എന്നിന് വാല്യൂസൊക്കെ വന്നു കഴിഞ്ഞാലും അവിടെ നമുക്ക് 1 ആണ് കിട്ടുക. സോ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? -2π ഡിവൈഡഡ് ബൈ എൻ. ദെൻ ഇത് 0 ആണ്. സോ പ്ലസ് 0. സോ അടുത്ത എന്താ? ഇവിടെ 0 into 1 ആണ് വരുന്നത്. സോ ഇതും 0 ആയിപ്പോവും. ബാക്കി വരുന്നത് ഇതും 0 ആണ്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2π² ഇൻറ്റു -2π ഡിവൈഡഡ് ബൈ എൻ. ഇതിൽ 2 ക്യാൻസലായി, π² ഈ പൈയും ക്യാൻസലായി. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? -1 ഡിവൈഡഡ് ബൈ എൻ പൈ എന്ന് കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? ബി എന്നിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? ഇസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ എൻ പൈ. സോ ഈ 3 കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ എക്സ് ഓഫ് ടിയുടെ ഇക്വേഷൻ ഇവിടെ ഇതാണ് നമ്മുടെ. സോ ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ടിയുടെ ഇക്വേഷൻ. ഇതിൽ നമ്മൾ a0ൻ്റെ വാല്യൂ, a-ൻ്റെ വാല്യൂ, b-ൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. സോ ഈ സെയിം ഇക്വേഷനിലേക്ക് നമുക്ക് വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ എങ്ങനെ കിട്ടും? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു a0 പ്ലസ് ആണ്. a0 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? 1/2 ആണ് കിട്ടിയത്. പ്ലസ് സെക്കൻഡ് ടേമിൽ എന്താണ്? an ആണ് വരുന്നത്. an നമുക്ക് 0 ആണ് കിട്ടിയത്. സോ ആ വാല്യൂ 0 ആയിപ്പോവും. തേർഡ് ടേം എന്താണ് വരുന്നത്? bn ആണ്. സോ സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity. bn എന്ന് പറയുന്ന വാല്യൂ എന്താ? -1 ഡിവൈഡഡ് ബൈ എൻ പൈ. bn ഇൻറ്റു എന്താ വരുന്നത്? സൈൻ എൻ ഒമേഗ നോട്ട് എന്ന് പറയുന്നത് 1 ആണ്. സോ സൈൻ എൻ ടി. ഇതാണ് നമുക്ക് കിട്ടിയത്. ഇതിനെ നമുക്കിനി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസറായി 1/2 പ്ലസ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഈ മൈനസ് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. സോ ഈ സെക്ഷൻ എന്താവും? മൈനസ് ആവും. ഇതിൻ്റെ എന്നിൻ്റെ വാല്യൂസ് കൊടുക്കുകയാണ്. സോ എന്നിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് എന്താ വരിക? 1/π സൈൻ ടി.
ഓക്കെ, നെക്സ്റ്റ് ടേം എന്താണ്? മൈനസ് എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിലോ 1/2 പൈ സൈൻ 2t. എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിലോ 1/3 പൈ സൈൻ 3t. സോ ഇങ്ങനെ ഇനി അങ്ങോട്ടുള്ള വാല്യൂസ് ഇൻക്രീസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ദിസ് ഈസ് അവർ ആൻസർ. ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ പ്രോബ്ലത്തിൻ്റെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റ്ലാബിൽ ഈ സെയിം റിസൾട്ട് കോഡായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് കിട്ടിയ റിസൾട്ടാണ് ഈ കാണുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് നമ്മളുടെ ആക്ച്വൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ സോ ടൂത്ത് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിലെ ഫസ്റ്റ് സെക്ഷൻ, ഇതിൽ കാണുന്ന ഈ ഫസ്റ്റ് സെക്ഷൻ ആവറേജ് പ്ലസ് ഫസ്റ്റ് ഹാർമോണിക്സ് കൂടെ ചേരുന്ന സിഗ്നലാണ് ഈ റെഡിൽ കാണുന്നത്. ആ സിഗ്നൽ തന്നെയാണ് നമുക്കിവിടെ താഴെ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത്. സോ ഇനി നമുക്കിതിൻ്റെ ഹാർമോണിക്സ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. സോ ഇവിടെ 2 ഹാർമോണിക്സും ആവറേജും കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ സിഗ്നലാണ് ഈ റെഡായിട്ട് കാണുന്നത്. സോ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇത് കുറച്ച് സോ ടൂത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2 സെപ്പറേറ്റ് സിഗ്നൽസുകളാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. സോ ആ ടോട്ടൽ വാല്യൂ ആണ് നമുക്കിവിടെ റെഡായിട്ട് കാണുന്നത്. ഇനി ഹാർമോണിക്സ് ഇനിയും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അപ് ടു 5 ഹാർമോണിക്സ് ആണ് ഇതിൽ എടുത്തിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ റെഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സോ ടൂത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെയുള്ള സെപ്പറേറ്റ് ഈച്ച് സിഗ്നൽസ് ആണ് ഇവിടെ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് അപ് ടു 5th ഹാർമോണിക്സ്. ഇനി നമ്മൾ അപ് ടു 7 ഹാർമോണിക്സ് എടുക്കുകയാണ്. ആവറേജ് വാല്യൂവും 7 ഹാർമോണിക് സിഗ്നൽസുകളും ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഈ കാണുന്നത്. ദിസ് റെഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് സെയിം സോ ടൂത്ത് സിഗ്നലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ മോർ ഹാർമോണിക്സ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യും തോറും നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ആയിട്ടുള്ള സിഗ്നൽസ് ആയിരിക്കും നമുക്കവിടെ കിട്ടും. സോ ഇതാണ് അതിൻ്റെ ഒരു സിമുലേഷൻ റിസൾട്ട് എന്ന് പറയുന്നത്. സോ നിങ്ങൾ പ്രോബ്ലംസ് സ്വന്തം ചെയ്ത് നോക്കുക, എവിടേക്കാണ് മിസ്റ്റേക്സ് വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. നെക്സ്റ്റ് ലെക്ചറിൽ കാണുന്നവരെ ഗുഡ് ബൈ.